സാഗരത്തിൻ്റെ ആഴങ്ങളിലേക്ക് ആണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കപ്പലിനെ അതിൻ്റെ സർവനാശത്തിൽ നിന്നും രക്ഷിക്കുന്നതിന് സാൽവേജ് എന്ന് പറയുന്നു. അതുപോലെ അവിശ്വാസത്തിൻ്റെയും അധർമ്മത്തിൻ്റെയും തിന്മയുടെയും ക്രൂരതയുടെയും സ്വാർത്ഥതയുടെയും എല്ലാം പാപപ്രളയത്തിൻ്റെ ആഴങ്ങളിൽ നിന്നും മനുഷ്യ സമൂഹത്തെ മോചിപ്പിക്കുന്നതിന് സാൽവേഷൻ എന്ന് പറയുന്നു. ഇസ്ലാമാണ് യഥാർത്ഥത്തിലുള്ള സാൽവേഷന്റെ മാർഗം എന്ന് ബോധ്യപ്പെടുത്തുന്ന പ്രദർശനത്തിൻ്റെ ഉദ്ഘാടനമാണിപ്പോൾ കഴിഞ്ഞത്. എന്തുകൊണ്ടാണ് ഇസ്ലാം ഇതര മതങ്ങളിൽ നിന്നും ദർശനങ്ങളിൽ നിന്നും വ്യത്യസ്തമാകുന്നത് എന്നതാണ് എൻ്റെ പ്രഭാഷണത്തിലെ വിഷയം. മനുഷ്യൻ കേവലം വികാര ജീവിയോ ബുദ്ധിജീവിയോയല്ല. സ്രഷ്ടാവ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് മാംസളമായ ശരീരത്തോടും ലോലമായ ആത്മാവോടും ഭൂമിയോടൊട്ടിച്ചേർന്ന് നിൽക്കുന്ന ശരീരത്തോടും ആകാശത്തിലേക്ക് ഉയർത്തുന്ന ആത്മാവോടും മൃഗതുല്യമായ ശരീരപ്രകൃതിയോടും മലക്കുകളോളം ഉയരാവുന്ന ആത്മാവോടും കൂടിയാണ്. സ്രഷ്ടാവ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് ഭക്ഷിക്കുവാനും ഭോഗിക്കുവാനും ആസ്വദിക്കുവാനും വേണ്ടിയല്ല. മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് മനുഷ്യന് വേണ്ടിയല്ല. ഹ്രസ്വവും സുദീർഘവുമായ സംവത്സരങ്ങൾ ജീവിച്ച് മണ്ണായി പുഴുക്കൾക്ക് ആഹാരമായി ശൂന്യതയിൽ ലയിച്ചു ചേരാനല്ല. കാരണം സ്വന്തത്തിനു വേണ്ടി ജീവിക്കുന്നവനും സ്വന്തം നാഥനു വേണ്ടി ജീവിക്കുന്നവനും തമ്മിലും ഹ്രസ്വമായ ദുനിയാവിന് വേണ്ടി ജീവിക്കുന്നവനും കാലഭേദങ്ങൾക്ക് അതീതമായ പരലോകത്തിനു വേണ്ടി ജീവിക്കുന്നവനും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട്. അതാണ് വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യരെയും ജിന്നുകളെയും സ്രഷ്ടാവിനെ ആരാധിക്കാൻ വേണ്ടിയല്ലാതെ സൃഷ്ടിച്ചിട്ടില്ല എന്ന് 51-ാം അധ്യായത്തിലെ 56-ാം വചനത്തിലൂടെയും അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുക്കും അഹ്സനു അമല. നിങ്ങളിൽ ആരാണ് സൽക്കർമ്മങ്ങൾ അധികരിപ്പിക്കുന്നതെന്നറിയാൻ ജീവിതവും മരണവും സൃഷ്ടിച്ചവനാണ് അല്ലാഹു എന്ന 67-ാം അധ്യായത്തിലെ 2-ാം വചനത്തിലൂടെയും മൻ അമില സ്വാലിഹൻ മിൻ ദക്രിൻ ഔ ഉൻസ വഹുവ മുഅ്മിനുൻ ഫലനുഹിയനഹു ഹയാതൻ ത്വയ്യിബ വലനജ്സിയനഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്ത പുരുഷനും സ്ത്രീക്കും ഉത്തമമായ ജീവിതവും മഹത്തരമായ പ്രതിഫലവുമുണ്ട് എന്ന് 16-ാം അധ്യായത്തിലെ 97-ാം വചനത്തിലൂടെയും സ്രഷ്ടാവിന്റെ സന്ദേശമായ വിശുദ്ധ ഖുർആൻ ഉത്ബോധിപ്പിക്കുന്നത്. ഇതിൽ നിന്നും ഏകനായ സ്രഷ്ടാവിനെ അംഗീകരിച്ചുകൊണ്ട് അവന്റെ കൽപ്പനകൾക്ക് അനുസൃതമായി ജീവിച്ചുകൊണ്ട് അവൻ കൽപ്പിക്കുന്ന നന്മകൾ പ്രവർത്തിച്ചുകൊണ്ട് അവൻ വിരോധിക്കുന്ന തിന്മകളിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ജീവിച്ചാൽ മാത്രമേ സാൽവേഷൻ മോക്ഷം ലഭിക്കുകയുള്ളൂ. എന്നാൽ സാൽവേഷന്റെ മോക്ഷത്തിന്റെ പാതയായ മതവിശ്വാസം തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ മാത്രം മനുഷ്യൻ അവന്റെ കഴിവുകൾ ഉപയോഗിക്കാറില്ല. വിശുദ്ധ ഖുർആൻ 7-ാം അധ്യായത്തിലെ 179-ാം വചനത്തിൽ പറയുന്നുണ്ട്, വലഖദ് ദറഅനാ ലിജഹന്നമ കസീറൻ മിനൽ ജിന്നി വൽ ഇൻസ് ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കൽ അനാമി ബൽ ഹും അളൽ ഉലൈക ഹുമുൽ ഗാഫിലൂൻ. മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നും ഒട്ടേറെ അല്ലാഹു നരകത്തിന് വേണ്ടി സൃഷ്ടിച്ചിരിക്കുന്നു. അവർക്കുണ്ട് കണ്ണുകൾ, അതുകൊണ്ട് അവർ കാണുന്നില്ല. അവർക്കുണ്ട് കാതുകൾ, അതുകൊണ്ട് അവർ കേൾക്കുന്നില്ല. അവർക്കുണ്ട് ചിന്താശക്തി, അതുകൊണ്ട് അവർ ചിന്തിക്കുന്നില്ല. അവർ കന്നുകാലികളെ പോലെയാണ്, അതിലും അധപ്പതിച്ചവരത്രേ. കണ്ണുകൾ കൊണ്ട് കാണേണ്ട രീതിയിൽ കാണുകയും കാതുകൾ കൊണ്ട് കേൾക്കേണ്ട രീതിയിൽ കേൾക്കുകയും ചിന്താശക്തി കൊണ്ട് ചിന്തിക്കേണ്ട രീതിയിൽ ചിന്തിക്കുകയും ചെയ്തുകൊണ്ട് പ്രപഞ്ചനാഥനായ സ്രഷ്ടാവിനെ അംഗീകരിച്ചുകൊണ്ട് അവന്റെ കൽപ്പനകൾക്ക് അനുസൃതമായി നന്മകൾ ചെയ്യുകയും അവൻ വിരോധിച്ച തിന്മകളിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ മാത്രമാണ് മനുഷ്യൻ മനുഷ്യനാകുന്നതും പക്ഷിലതാദികളിൽ നിന്ന് ഭിന്നനാകുന്നതും.
എന്നാൽ സാൽവേഷന്റെ മോക്ഷത്തിന്റെ പാതയായ മതവിശ്വാസം തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ മാത്രം മനുഷ്യൻ ഈ കഴിവുകൾ ഉപയോഗിക്കാറില്ല. കാലത്ത് പല്ല് തേക്കുവാൻ ഉപയോഗിക്കുന്ന ടൂത്ത് ബ്രഷും പേസ്റ്റും, ഷേവ് ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ക്രീമും റേസറും ആഫ്റ്റർ ഷേവിംഗ് ലോഷനും, കുളിക്കുവാൻ ഉപയോഗിക്കുന്ന എണ്ണയും സോപ്പും, ധരിക്കുന്ന വസ്ത്രവും അതിൽ പൂശുന്ന സുഗന്ധവും, ചായ ഉണ്ടാക്കുവാൻ ആവശ്യമായ തേയിലയും കറിക്കാവശ്യമായ കറി പൗഡറും, പാകപ്പെടുത്തുവാനുള്ള കുക്കറും, താമസിക്കുന്ന വീടും സഞ്ചരിക്കുന്ന വാഹനവും വായിക്കുന്ന പത്രങ്ങളും ഗ്രന്ഥങ്ങളും കാണുന്ന ടെലിവിഷനും ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടറും, പിന്തുണയ്ക്കുന്ന രാഷ്ട്രീയ പാർട്ടിയെയും വോട്ട് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥിയെയും ഏതാണ് നല്ലത് എന്ന് നോക്കി തെരഞ്ഞെടുക്കുന്ന മനുഷ്യൻ തന്നെയല്ലേ ഇഹലോക പരലോക വിജയത്തിന് അനിവാര്യമായ മതവിശ്വാസത്തിന്റെ കാര്യത്തിൽ മാത്രം കണ്ണും കാതും മസ്തിഷ്കവും കൊട്ടിയടച്ചുകൊണ്ട് അന്ധമായി പിറന്നു വീണ മതത്തിൽ തന്നെ അള്ളിപ്പിടിക്കുന്നത്? ഒരുപാട് മതങ്ങളും ദർശനങ്ങളും നിലനിൽക്കെ തന്നെ എന്തുകൊണ്ടാണ് മറ്റു മതങ്ങളെയും ദർശനങ്ങളെയും കുറിച്ച് പഠിക്കുവാൻ മനുഷ്യൻ തയ്യാറാകാത്തത്? മതങ്ങളുടെ താരതമ്യ പഠനത്തിലൂടെ യഥാർത്ഥ സാൽവേഷന്റെ മോക്ഷത്തിന്റെ പാത തിരഞ്ഞെടുക്കുവാൻ എന്തുകൊണ്ടാണ് അവൻ ഭയക്കുന്നത്? എന്തിനേറെ തന്റെ വിശ്വാസത്തിന്റെ അടിത്തറയായ മതഗ്രന്ഥം വായിക്കുകയും അർത്ഥം ഗ്രഹിക്കുകയും ചെയ്താൽ അന്ധമായി പിന്തുടരുന്ന മതവിശ്വാസങ്ങൾക്ക് കോട്ടം തട്ടുമെന്ന് കരുതി അതിനുപോലും മനുഷ്യൻ ഒരുക്കമല്ല. എന്തടിസ്ഥാനത്തിലാണ് താൻ ശരിയെന്ന് കരുതുന്ന സാൽവേഷന്റെ മോക്ഷത്തിന്റെ പാതയായ മതവിശ്വാസം സ്വീകരിക്കുന്നത് എന്ന് സ്വയം അറിഞ്ഞാൽ മാത്രമേ ആ വിശ്വാസത്തോട് ആത്മാർത്ഥത പുലർത്തുവാനും മറ്റുള്ളവർക്ക് അത് എത്തിച്ചു കൊടുക്കുവാനും സാധിക്കുകയുള്ളൂ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ എന്തുകൊണ്ടാണ് ഇസ്ലാം സാൽവേഷന്റെ പാതയായി അംഗീകരിച്ചിരിക്കുന്നത് എന്നത് വിശദീകരിക്കുവാനാണ് ഉദ്ദേശിക്കുന്നത്. ജന്മം നൽകിയ മാതാവ് ഇസ്ലാമാണ് ശരിയായ മതമെന്നോതിയപ്പോൾ ഇസ്ലാം എന്തെന്നറിയാതെ, വിശുദ്ധ ഖുർആന്റെ അർത്ഥം ഗ്രഹിക്കാതെ, പ്രവാചകന്റെ ഉത്ബോധനങ്ങൾ മനസ്സിലാക്കാതെ മാതാവ് ഇസ്ലാം ശരിയെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം ഇസ്ലാം ശരിയെന്ന് കരുതിയ ബാലമനസ് കൗമാരത്തിൽ കടന്നുവന്ന കമ്മ്യൂണിസ്റ്റ് ചിന്തകൾ മതവിശ്വാസത്തെ തകർത്തെറിഞ്ഞപ്പോൾ പഠിക്കാതെ ശരിയെന്ന് കരുതി ഇസ്ലാം തെറ്റാണെന്നും വായിക്കാതെ വിശുദ്ധ ഗ്രന്ഥമെന്ന് കരുതിയ ഖുർആൻ ഒരു മനുഷ്യനാൽ രചിക്കപ്പെട്ട ഗ്രന്ഥം മാത്രമാണെന്നും മനസ്സിലാക്കാതെ പ്രവാചകൻ എന്ന് കരുതിയ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യാജ പ്രവാചകൻ മാത്രമാണെന്നും മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പും ദൈവവിശ്വാസം സങ്കല്പവും പരലോക വിശ്വാസം മിഥ്യയുമാണെന്ന് അഹങ്കരിച്ച അതേ മനസ്സ് തന്നെയാണ് ഏതോ നിമിത്തമെന്ന പോലെ ചാമ്പലാക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് ചിന്തകളിൽ നിന്നും ഒരു സ്രഷ്ടാവുണ്ടോ ഇല്ലയോ എന്ന അന്വേഷണത്തിൽ എന്നെ എത്തിച്ചത്. പ്രപഞ്ചത്തെയും പ്രകൃതി പ്രതിഭാസങ്ങളെയും മനുഷ്യരെയും ജീവജാലങ്ങളെയും മനസ്സിലാക്കേണ്ട രീതിയിൽ മനസ്സിലാക്കിയപ്പോൾ ഇത്ര സങ്കീർണമായ പ്രതിഭാസങ്ങൾ യാദൃശ്ചികമായി ഉണ്ടാകില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഞാനൊരു സ്രഷ്ടാവിനെ അംഗീകരിച്ച് ദൈവവിശ്വാസിയായ ഞാൻ പിറന്നു വീണ ഇസ്ലാം എന്ന മതത്തിൽ ഞാൻ അന്ധമായി തള്ളിപ്പിടിക്കുകയല്ല ചെയ്തത്. മതങ്ങളുടെ താരതമ്യ പഠനത്തിലൂടെ യാതൊരു സംശയങ്ങൾക്കും ഇട നൽകാതെ ഇന്നദ്ദീന ഇൻദല്ലാഹി അൽ ഇസ്ലാം, സ്രഷ്ടാവിങ്കൽ സ്വീകരിക്കപ്പെടുന്ന മതം ഇസ്ലാമാണ് എന്ന് എനിക്ക് ബോധ്യപ്പെടുകയും ഹൃദയം തുറന്ന് ഞാൻ ഇസ്ലാം സ്വീകരിച്ചു. മുസ്ലിമാണെന്ന് പറയുവാൻ മടിച്ച നാവുകൊണ്ട് തന്നെ ഇന്നനീ മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിങ്ങളിൽ പെട്ടവനാണെന്ന് അഭിമാനത്തോടെ പ്രഖ്യാപിക്കുവാനും ഒരു മനുഷ്യനാൽ രചിക്കപ്പെട്ട ഗ്രന്ഥം മാത്രമാണ് ഖുർആൻ എന്ന് പ്രഖ്യാപിച്ച നാവുകൊണ്ട് തന്നെ വഇന്നഹു ലതൻസീലു റബ്ബിൽ ആലമീൻ, ഇത് ലോകങ്ങളുടെ നാഥനായ രക്ഷിതാവിൽ നിന്നും അവതീർണമായ വേദഗ്രന്ഥമാണെന്ന് പ്രഖ്യാപിക്കുവാനും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വ്യാജ പ്രവാചകനാണെന്ന് പറഞ്ഞ നാവുകൊണ്ട് തന്നെ മുഹമ്മദ് റസൂലുള്ളാഹ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രവാചകനാണെന്ന് മാത്രമല്ല മാനവ സമൂഹം ഇന്നുവരെയും ദർശിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മഹാനായ വ്യക്തിയാണെന്ന് ചരിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ വസ്തുതകളുടെ വെളിച്ചത്തിൽ ലോകത്തോട് വിളിച്ചു പറയുവാൻ സാധിച്ചതിന് അൽഹംദുലില്ലാഹ്, സർവസ്തുതിയും അല്ലാഹുവിനാണ്.